Welcome to this video. In this video, we are going to discuss temperature dependence of resistivity. നമ്മൾ ഈ വീഡിയോയിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ അവസാനത്തെ ഒരു ടോപ്പിക്കാണ്. നമ്മളറിയാം റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയാം. റെസിസ്റ്റൻസ് ഈസ് ദ ഒബ്ജക്റ്റ് ദാറ്റ് മീൻസ് ഹിൻഡ്രൻസ് ടു ദ ഫ്ലോ ഓഫ് ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു മെറ്റൽ എടുത്താൽ പോലും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ആ ഇലക്ട്രോൺസ് ഒഴുകുന്നു എങ്കിലും ആ അയോൺസ് വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണമായി ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് ഒഴുകാൻ സാധിക്കാതെ അത് വഴിയിൽ പല അയോണുമായി കൊളൈഡ് ചെയ്യേണ്ടി വരികയും അങ്ങനെ ചെറുതായി അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുകയും അങ്ങനെ ആ ഫ്ലോയിൽ ഒരു തടസ്സം ഉണ്ടാവുകയും അങ്ങനെ ഫ്ലോ കുറച്ച് കുറയുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പല മെറ്റീരിയലുടെയും റെസിസ്റ്റൻസ് പലതരത്തിലാണ്. അത് അയോണിന്റെ സൈസിനെയും അയോണിന്റെ പല അതിന്റെ വൈബ്രേറ്റ് ചെയ്യുന്ന അയോൺസ് വൈബ്രേറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പല ഓരോ മെറ്റീരിയലിനും പല റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ കോപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും, സിൽവർ എടുത്താൽ വേറൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. അങ്ങനെ അതേസമയത്ത് ഇൻസുലേറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അതിനെല്ലാം കാരണം പലതാണ്. അത് എന്തായാലും ഈ ഇലക്ട്രോൺസിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന, അതിനെ എതിർക്കുന്ന ഒരു ഫാക്ടറാണ് ആ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷേ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ടെമ്പറേച്ചറിന്റെ മാറ്റത്തിനനുസരിച്ച് എത്രത്തോളം അത് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഒരു ക്വാണ്ടിറ്റിയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ ടെമ്പറേച്ചറിനനുസരിച്ച് എത്ര റെസിസ്റ്റൻസ് മാറുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് നോക്കാം. ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ സബ്സ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു പെർ ഡിഗ്രി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഒരു ഡിഗ്രി ടെമ്പറേച്ചർ മാറുമ്പോൾ എത്രത്തോളം ടെമ്പറേച്ചർ മാറുന്നു അതിന് ആണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഡിഗ്രി ഓഫ് ടെമ്പറേച്ചർ. അതായത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ മാറ്റം, റെസിസ്റ്റൻസിന്റെ മാറ്റം ഡിവൈഡഡ് ബൈ ഒറിജിനൽ റെസിസ്റ്റൻസ്, അതിന് എത്ര ടെമ്പറേച്ചർ മാറ്റമാണ് സംഭവിച്ചത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്ക് കണ്ടക്ടേഴ്സ്, ഗോൾഡ് ഒരു കണ്ടക്ടറാണ്, അലൂമിനിയം ഒരു കണ്ടക്ടറാണ്, സിൽവർ, കോപ്പർ ഇതെല്ലാം ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അവരുടെ റെസിസ്റ്റൻസുകളൊക്കെ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ 10⁻⁻8 ഓം മീറ്റർ ആ ലെവലിലാണ് ഇവരുടെയൊക്കെ റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ it depends on the process of collision between the electrons within the material and the ions of the material. അപ്പോൾ ആ മെറ്റീരിയലിനുള്ളിലുള്ള അയോൺസുമായി കൊളൈഡ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ ഈ കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? When the temperature increases, what happens? The thermal energy increases. Thermal energy ആർക്ക് കൂടും? ഇലക്ട്രോണിന്റെ തെർമൽ എനർജിയും കൂടും, അതുപോലെ അയോണിന്റെ തെർമൽ എനർജിയും കൂടും. അപ്പൊ അയോണിന്റെ തെർമൽ എനർജി കൂടുമ്പോൾ ആസ് വി നോ when the energy increases, the energy motion also increases. അപ്പോൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അയോൺസ് മോർ ഫ്രീക്വന്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, കൂടുതൽ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കൂടുതൽ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും. ബിക്കോസ് വൈബ്രേറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അയോൺസ് വൈബ്രേറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിന് കൊളൈഡ് ചെയ്യാതെ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കും. അതേസമയത്ത് ഈ അയോണുകൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് പോകുന്ന വഴിയിൽ ആര് വരും? അയോൺ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അയോണുമായി കൊളൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും അങ്ങനെ ആ ഇലക്ട്രോണിന് മുമ്പോട്ട് പോകാൻ തടസ്സമായി തീരുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ മാത്രമല്ല ഈ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ്, ഈ ഇലക്ട്രോൺ കൊളിഷൻ എന്ന് പറയുന്ന പ്രോസസ് ബിക്കംസ് മോർ റാപ്പിഡ് ആൻഡ് ഫാസ്റ്റർ. കൂടുതൽ പ്രാവശ്യം സംഭവിക്കുകയും വളരെ ഫാസ്റ്റ് ആയിട്ട് കൂടുതൽ വേഗത്തിലും കൂടുതലായും ഈ ഇലക്ട്രോൺ കൊളിഷൻ സംഭവിക്കുകയും അങ്ങനെ ഈ റെസിസ്റ്റൻസ് കൂടാൻ, ഈ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് കൂടാൻ സാധിക്കുകയും ചെയ്യും. ഇത് ഒരു കണ്ടക്ടറിന്റെ കേസാണ്. അതേസമയത്ത് ഒരു സെമി കണ്ടക്ടറിന്റെ കേസിൽ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത് സെമി കണ്ടക്ടറിന്റെ കേസിൽ. കാരണം സെമി കണ്ടക്ടറിന്റെ കേസിൽ അവിടെ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കുറവാണ്.
അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് ഫ്രീ ആവുകയും നമ്പർ ഓഫ് അവൈലബിൾ മൊബൈൽ ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ മൂവബിൾ ഇലക്ട്രോൺസ് മൊബൈൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുകയും ചെയ്യും. അങ്ങനെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ദാറ്റ് മീൻസ് കറണ്ട് കൂടും. കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. കറണ്ട് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ കണ്ടക്ടറിന്റെ കേസിൽ കറണ്ട് കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനുള്ള പാത്ത് അല്ലെങ്കിൽ ഹിൻഡ്രൻസ് അയോൺസിന്റെ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് റെസിസ്റ്റൻസ് കുറയുന്നതെങ്കിൽ സെമി കണ്ടക്ടറിന്റെ കേസിൽ റെസിസ്റ്റൻസ് കുറയാനുള്ള കാരണം നമ്പർ ഓഫ് അവിടെ ഈ പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് ഫാക്ടറും ഉണ്ട്. അവിടെ ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മോർ അവൈലബിൾ ആയതുകൊണ്ട് ആ ഫാക്ടർ ഈ വൈബ്രേഷനെ ഓവർകം ചെയ്യുന്നത് കൊണ്ടും ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി കൂടുന്നത് കൊണ്ടുള്ള ഫാക്ടർ മോർ ആയതുകൊണ്ട് അവിടെ കറണ്ട് കൂടുകയാണ് ചെയ്യുന്നത്, അവിടെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കറണ്ട് കുറയുകയും റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. So these are the two opposite phenomena taking place in conductors and semiconductors. Okay. Now there is a mathematical relation between the resistance and the rise of temperature. So now for a conductor at a particular temperature we are seeing R0 is at the reference temperature. So at a reference temperature 0, we say the R0 is the temperature at 0 temperature, and we are measuring at a higher temperature. RT is the resistance at a higher temperature. Now we know the temperature difference. T minus T0 is the temperature difference. Now we are defining a new quantity called as temperature coefficient of resistance. Okay. So temperature coefficient of resistance is given by, I am writing alpha is equal to what is the change in resistance or the fractional change in resistance is given by the change in resistance RT minus R0, that is the change in resistance. Then I divide the change in resistance by the original resistance, that is R0. So we started from the R0, that is the original resistance. When I increase the temperature, resistance will increase, so that will become RT divided by the change in temperature, that is T minus T0. അപ്പോൾ റെസിസ്റ്റൻസിൽ ഉണ്ടായ ചേഞ്ചിനെ ഒറിജിനൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും എത്ര ടെമ്പറേച്ചർ ആണോ മാറ്റം ഉണ്ടായത് ആ ടെമ്പറേച്ചറിന്റെ മാറ്റത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയുടെ പേരാണ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ ഇതിൽ നിന്നും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ടി ഇസ് ഈക്വൽ ടു ആർ ടി, അതായത് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ, ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൽഫ ടി മൈനസ് ടി സീറോ ഈസ് ഈക്വൽ ടു ആർ ടി മൈനസ് ആർ സീറോ ബൈ ആർ സീറോ. ഈ സാധനം ഇത്രയും ഇവിടെ കിട്ടും. പിന്നെ ഈ ആർ സീറോ വീണ്ടും ഇങ്ങോട്ട് പോയി. അപ്പോൾ ആർ സീറോ ആൽഫ ടി മൈനസ് ടി സീറോ ഈസ് ഈക്വൽ ടു ആർ ടി മൈനസ് ആർ സീറോ. അപ്പോൾ ആർ ടി സമം ആർ സീറോ പ്ലസ് ആർ സീറോ ആൽഫ ടി മൈനസ് ടി സീറോ. അങ്ങനെയാണ് ആർ സീറോ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഈ ടി മൈനസ് ടി സീറോനെ ഡെൽറ്റ ടി എന്ന് നമുക്ക് വിളിക്കുകയാണെങ്കിൽ ആർ ടി സമം ആർ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ഡെൽറ്റ ടി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലായത്? ടെമ്പറേച്ചറിന്റെ മാറ്റം കൊണ്ട് റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന മാറ്റം 3 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് അറ്റ് ഇനിഷ്യൽ ടെമ്പറേച്ചർ, ആദ്യത്തെ ടെമ്പറേച്ചറിൽ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ്. 2 റൈസ് ഇൻ ടെമ്പറേച്ചർ, എത്ര ടെമ്പറേച്ചർ കൂടി. പിന്നെ 3ാമത് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഈ വാല്യൂ ആൽഫയുടെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. അത് അതിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ കോപ്പറിന്റെ ആൽഫ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും സിൽവറിന്റെ ആൽഫ. അത് അതിന്റെ ഇന്റേണൽ സ്ട്രക്ചറിനെയും ആ മെറ്റീരിയലിന്റെ ഇന്റേണൽ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആൽഫയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആൽഫയുടെ വാല്യൂ ഇപ്പൊ എന്താണ്, കുറവാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറച്ചൊരു മാറ്റം മാത്രമേ റെസിസ്റ്റൻസ് മാറുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആൽഫയുടെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ ചെറിയൊരു ടെമ്പറേച്ചർ മാറ്റത്തിന് പോലും വലിയ ഒരു റെസിസ്റ്റൻസ് മാറ്റം ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ റെസിസ്റ്റിവിറ്റിയുടെ കേസിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഈ റെസിസ്റ്റൻസിനെ പറയാമെങ്കിൽ റെസിസ്റ്റിവിറ്റിയും അതേപോലെ തന്നെയാണ്. റോ ടി ഈസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ഡെൽറ്റ ടി. സോ different materials do not exhibit the same dependence on temperatures over a limited range of temperatures that is not too large. The resistivity of a metallic conductor is approximately given by rho t. അപ്പോൾ ഒരു കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എക്സ്പ്രഷൻ. അതേസമയത്ത് സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സ്പ്രഷൻ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു കണ്ടക്ടറിന് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ലിമിറ്റഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് നോർമലി ഗിവൺ ബൈ m/n(e²) tau. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ആൻഡ് റിലാക്സേഷൻ ടൈം. അപ്പോൾ റിലാക്സേഷൻ ടൈം എന്ന് നാം അന്ന് മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കൊളിഷന്റെ ഇടയിലുള്ള ആവറേജ് ടൈമിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിലാക്സേഷൻ ടൈം കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ദ ഫ്രീക്വൻസി ഓഫ് കൊളിഷൻസ് വിൽ ബിക്കം മോർ. സോ ദാറ്റ് മീൻസ് ദ കൊളിഷൻസ് വിൽ ബിക്കം മോർ ഫ്രീക്വന്റ്. അപ്പോൾ മോർ ഫ്രീക്വന്റ് ആകുമ്പോൾ ദ ടൈം ബിറ്റ്വീൻ കൊളിഷൻസ് വിൽ ബിക്കം ലെസ്സർ. അപ്പോൾ ടൈം ലെസ്സർ ആകുമ്പോൾ ടോ കുറയുമ്പോൾ ഡിനോമിനേറ്ററിൽ ടോ കുറയുന്നത് കൊണ്ട് റോ is equal to m/n(e²) tau. Tau is in the denominator. അപ്പോൾ ഡിനോമിനേറ്റർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? കോഷ്യന്റ് വിൽ ഇൻക്രീസ്. അങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഇക്വേഷനിലൂടെയും പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലായിട്ട് എക്സ്പ്ലനേഷനിലൂടെയും പറയാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല നമ്മളുടെ വെലോസിറ്റി ടെമ്പറേച്ചർ, ഒരു മെറ്റലിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആവറേജ് വെലോസിറ്റി ഓഫ് ദ കറണ്ട് കാരിയേഴ്സ് ഇൻക്രീസസ് ആൻഡ് റിസൾട്ട് ഇൻ മോർ കൊളിഷൻസ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇലക്ട്രോണിന്റെ വെലോസിറ്റി കൂടുകയും ചെയ്യും, ആവറേജ് വെലോസിറ്റി കൂടുകയും ചെയ്യും, അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടുകയും ചെയ്യും. രണ്ടാമത് ആ അയോൺസിന്റെ വൈബ്രേഷൻ കൂടുകയും ചെയ്യും. ഈ രണ്ട് ഫാക്ടേഴ്സ് കൊണ്ടും കൊളിഷൻസ് മോർ ഫ്രീക്വന്റ് ആവുകയും റിലാക്സേഷൻ ടൈം കുറയുകയും ഡിനോമിനേറ്ററിൽ കുറയുകയും റെസിസ്റ്റിവിറ്റി കൂടുകയും ചെയ്യുന്നു. So this is what the variation of resistivity in time. ഇനി രണ്ട് ടൈപ്പ് ആണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ് ഉള്ളത്. നമ്മൾ ആൽഫ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നെഗറ്റീവ് ആൽഫ. ആ നെഗറ്റീവ് ആൽഫ സെമി കണ്ടക്ടറിന്റെ കേസിലാണ്. ഇൻസുലേറ്റേഴ്സിന്റെയും സെമി കണ്ടക്ടറിന്റെയും കേസിൽ ആൽഫ നെഗറ്റീവ് ആണ്. ദ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. The decrease in tau is compensated well by the increase in n such that the value of resistivity and resistance decreases with the increase in temperature. ഇപ്പൊ ഈ സെമി കണ്ടക്ടറിന്റെ കേസിലും ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതിന് ആ ഫാക്ടറിനേക്കാളും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻക്രീസ് ഇൻ എൻ ആണ്, ദ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്. അപ്പൊ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സിന്റെ കൂടുതൽ കൊണ്ട് ആ റിലാക്സേഷൻ ടൈം കുറയുന്ന ഫാക്ടറിനെ ഓവർകം ചെയ്യുന്നത് കൊണ്ടും സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുന്നത് കൊണ്ട് സെമി കണ്ടക്ടറിന്റെ കേസിൽ ആൽഫയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അതേസമയത്ത് കണ്ടക്ടറിന്റെ കേസിൽ ആൽഫ പോസിറ്റീവ് ആകാനുള്ള കാരണം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇവർ ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അത് ഒരു എക്സ്പൊണൻഷ്യൽ പരാബോളിക് ആയിട്ടാണ് കൂടുന്നത്. അതേപോലെ ഇവിടെ നോക്കിയാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. എവിടെ? സെമി കണ്ടക്ടറിന്റെ കേസിൽ. അപ്പൊ ഈ ഒന്നാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എ കണ്ടക്ടർ. ഓക്കെ, ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എ സെമി കണ്ടക്ടർ. So this is what the detail of the temperature coefficient. So now we will do a problem. The resistance of a wire is 5 ohm at 50 degrees Celsius and 6 ohm at 100 degrees Celsius. The resistance of the wire at 0 degrees Celsius will be. അപ്പോൾ രണ്ട് ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 50 ഡിഗ്രിയിൽ 5 ഓം എങ്കിൽ 100 ഡിഗ്രിയിൽ 6 ഓം എങ്കിൽ 0 ഡിഗ്രിയിൽ എത്രയായിരിക്കും? അപ്പൊ രണ്ട് ഇക്വേഷൻ എഴുതുക. 5 സമം R0 × 1 + 50 ആൽഫ. എങ്ങനെയാണ്? 50 ആണ് നമ്മൾ 0 റെഫറൻസ് ആയിട്ട് എടുത്താൽ 50 - T0 50 ആയിരിക്കും. അപ്പൊ രണ്ടാമത് R ohm = R0 1 + 100 ആൽഫ. ഡിവൈഡ് ചെയ്താൽ 6/5 അല്ലെങ്കിൽ 5/6 = R0 ക്യാൻസൽ ആയി പോകും. 1 + 50 ആൽഫ / 1 + 100 ആൽഫ. ഇതിൽ നിന്നും ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാം, അതിൽ നിന്നും R0യുടെ വാല്യൂ കണ്ടുപിടിക്കാം. So we come to the end of this video. Thank you for watching this video. Thank you.